നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി നികുതി കുടിശ്ശിക പൂർണ്ണമായും പിരിച്ചെടുക്കുമെന്ന് വൈസ് ചെയർമാൻ. കൃഷിക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ കെ മേനോൻ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രവേശനം മുതൽ പരീക്ഷാ ഫലപ്രഖ്യാപനം വരെ ഏകീകൃത അക്കാദമിക കലണ്ടറിന് അംഗീകാരം. അപകട കേന്ദ്രമായി മാറുന്ന അങ്കമാലിയിലെ ഫിറ്റ്നസ് പരിശോധന സ്ഥലം പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി നികുതി കുടിശ്ശിക പൂർണ്ണമായും പിരിച്ചെടുക്കുമെന്ന് വൈസ് ചെയർമാൻ അറിയിച്ചു. ചാലക്കുടി നഗരസഭ 2026-2027 ബഡ്ജറ്റ് അവതരിപ്പിച്ച് പ്രസംഗിക്കുകയായിരുന്നു വൈസ് ചെയർമാൻ KV പോൾ. മുൻവർഷങ്ങളിലെ ചില പ്രഖ്യാപനങ്ങൾ ഇക്കുറിയും ബഡ്ജറ്റിൽ ഇടം പിടിച്ചത് ഏറെ ശ്രദ്ധേയമായി. നികുതി നിശ്ചയിക്കാത്ത നിർമ്മിതികൾക്ക് നികുതി നിശ്ചയിക്കും. ബാല, യുവജന, വയോജന, വനിതാ അംഗപരിമിത ക്ഷേമം ഉറപ്പുവരുത്തും. സാധാരണ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായകരമായി നിലകൊള്ളേണ്ട ചാലക്കുടി നഗരസഭയിലെ അക്കൗണ്ടന്റ് ഓഫീസറുടെ അഭാവത്തിലാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയത് എന്നുള്ളൊരു അവസ്ഥ കൂടി ഞാൻ ആദ്യം ഖേദപ്രകടനം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാർ അറിയുന്നതിന് വേണ്ടിയാണ് ഇത് ഞാൻ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു അക്കൗണ്ടിന്റെ അഭാവത്തിൽ ഒരു CA മൻസൂർ മാത്രം അക്കൗണ്ട് തയ്യാറാക്കുന്നതിൽ ഉണ്ടായുള്ളൂ എന്നുള്ളൊരവസ്ഥ നമ്മുടെ നഗരസഭയ്ക്ക് നേരിടേണ്ടി വന്നുള്ള ഒരു ഖേദപ്രകടനത്തോടു കൂടിയാണ് ഞാൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പുഴയോര ടൂറിസം, നദീതീര സംരക്ഷണം, മാലിന്യ സംസ്കരണം, കാർഷിക വികസനം, മൃഗക്ഷേമം, പൊതുജനാരോഗ്യം, കലാഭവമണി പാർക്ക് നവീകരണം, ആധുനിക സൗകര്യങ്ങളുടെ പുതിയ വായനശാല, സാമൂഹ്യക്ഷേമം, മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദി സ്മാരക, അയ്യങ്കാളി അംബേദ്കർ സ്മാരകം, പുനരധിവാസ പദ്ധതികൾ, റോഡ് വികസനം, മാർക്കറ്റ് നവീകരണം തുടങ്ങിയവ നടപ്പിലാക്കുമെന്നും വൈസ് ചെയർമാൻ അവകാശപ്പെട്ടു. സർക്കാർ ഫണ്ടുകൾ, വിവിധ വകുപ്പുകളുടെ ഗ്രാന്റുകൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, MLA MP-മാരുടെ ആസ്തി വികസന ഫണ്ടുകൾ, വിവിധ CSR ഫണ്ടുകൾ വികസനത്തിനായി ഉപയോഗപ്പെടുത്തും. മുന്നിരുപ്പ് ഉൾപ്പെടെ 142,42,57,651 രൂപ വരവും 140,55,56,700 രൂപ ചിലവും 6,87,951 നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ചെയർപേഴ്സൺ ആലി ഷുബു അധ്യക്ഷത വഹിച്ചു. കൃഷിക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ കെ മേനോൻ അവതരിപ്പിച്ചു. 16,12,14,893 രൂപ വരവും 14,37,73,000 രൂപ ചെലവും 1,74,41,893 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ഭിന്നശേഷി വിഭാഗക്കാർക്ക് പ്രത്യേക പദ്ധതികൾ, വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകൽ, വനിതാ ഘടക പദ്ധതികൾ, വയോജനക്ഷേമ പ്രവർത്തനത്തിന് പ്രത്യേക പദ്ധതികൾ എന്നിവയ്ക്കും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇടവിള കൃഷിക്കും നീക്കിയിരുപ്പുണ്ട്. ആരോഗ്യമേഖലയിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളുടെ കെട്ടിട സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും മേഖലയിലെ മറ്റ് സമഗ്ര വികസനത്തിനായി 94,53,000 രൂപ വകയിരുത്തി. പൊതുവിഭാഗത്തിലെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് 3,43,28,000 രൂപയും പ്രത്യേക ഘടക പദ്ധതി വിഭാഗത്തിന് 94,95,000 രൂപ വകയിരുത്തി. വിഭവ പരിമിതികളെ മറികടന്ന് സമസ്ത മേഖലകൾക്കും ഉയർന്ന തുക നീക്കിവെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്
പൗലോസ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. ഭിന്നശേഷിയുള്ളവർക്കായുള്ള പ്രത്യേക പദ്ധതികളും ബജറ്റ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വനിതകളെ പ്രത്യേകം ഉൾക്കൊണ്ടാണ് വനിതാ ഘടക പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. വയോജന ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികളും ഈ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. വനിതാ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് പ്രത്യേക സബ്സിഡിയും ഈ ബഡ്ജറ്റ് വാഗ്ദാനം ചെയ്യുന്നു. വനിതാ ഗ്രൂപ്പുകൾക്ക് ഇടവള കൃഷിയും നീക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രവേശനം മുതൽ പരീക്ഷാ ഫലപ്രഖ്യാപനം വരെ ഏകീകൃത അക്കാദമിക കലണ്ടറിന് അംഗീകാരം. ജൂലൈ 1 ക്ലാസ് ആരംഭിച്ച് മെയ് 25 ഒന്നാം വർഷ ഫലപ്രഖ്യാപനം സാധ്യമാക്കണം എന്നാണ് അക്കാദമിക് കലണ്ടർ നിർദ്ദേശിക്കുന്നത്. സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും ഒരേ പ്രവർത്തന സമയം വരുമ്പോൾ വിദ്യാർത്ഥികളുടെ അന്തർ സർവകലാശാല മാറ്റമടക്കം സാധ്യമാകും. നിലവിൽ ഓരോ കോളേജിന്റെ പരീക്ഷ, ഫലപ്രഖ്യാപനം തുടങ്ങിയവയ്ക്ക് വ്യത്യസ്ത സമയക്രമമാണ്. ഇതിന് പരിഹാരമാകുന്നതോടെ കോളേജ് മാറ്റം, സർവകലാശാല മാറ്റം എളുപ്പത്തിലാകുമെന്നാണ് 4 വർഷ ബിരുദ പ്രോഗ്രാം സംസ്ഥാന നിരീക്ഷണ സമിതിയുടെ വിലയിരുത്തൽ. 4 വർഷ ബിരുദത്തിന്റെ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകളും മൂല്യനിർണ്ണയവും ക്യാമ്പസിൽ തന്നെയാണ് നടക്കുക. നവംബർ 16 മുതൽ ഒരാഴ്ചത്തെ മൂല്യനിർണ്ണയ ക്യാമ്പ് അതാത് ക്യാമ്പസിൽ നടക്കും. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ ബ്രേക്ക് ഉണ്ടാകും. ഇത് പ്രഖ്യാപനം വേഗത്തിലാക്കാൻ സാധിക്കും. 4ാം സെമസ്റ്ററിന്റെ അവസാനത്തിലാണ് ഇന്റേൺഷിപ്പ് നിർദ്ദേശിച്ചത്. ക്രിസ്മസ് അവധിക്ക് മുമ്പ് കായികമേളയും, ജനുവരിയിൽ യുവജനോത്സവവും, ഫെബ്രുവരിയിൽ അന്തർ സർവകലാശാല കലാ കായികമേളയും പൂർത്തിയാക്കണം എന്നാണ് നിർദ്ദേശം. ഓണം, ക്രിസ്മസ് അവധികളും അക്കാദമിക് കലണ്ടറിന്റെ ഭാഗമാണ്. അടുത്ത അക്കാദമിക് വർഷം മുതൽ കോളേജുകളിൽ 4 വർഷ ബിരുദ പാറ്റേൺ മാത്രമാണ് ഉണ്ടാവുക. 3 വർഷ ബിരുദ പാറ്റേണിന്റെ അവസാന ബാച്ചാണ് ക്യാമ്പസുകളിലുള്ള 3ാം വർഷ വിദ്യാർത്ഥികൾ. നിലവിൽ 3 വർഷം കണക്കാക്കിയാണ് അക്കാദമിക് കലണ്ടർ ക്രമീകരിച്ചത്. സർവകലാശാലകളിലേക്ക് അയച്ച കലണ്ടറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. കേരളത്തിന്റെ അക്കാദമിക് കലണ്ടറിനെ മാതൃകയാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അക്കാദമിക് കലണ്ടർ തയ്യാറാക്കൽ മുതൽ പ്രായോഗിക തലം വരെയുള്ള വിവരങ്ങളാണ് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ പഠന വിധേയമാക്കിയത്. ചാലക്കുടി ചലഞ്ചേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും ക്ലബ് അംഗവുമായിരുന്ന PV രാമകൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിക്കും. 4 ബുധനാഴ്ച വൈകിട്ട് 4:30 ക്ലബ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭ ചെയർപേഴ്സൺ ആലിഷ് ഷിബു, ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില എന്നിവർ പങ്കെടുക്കും. ആറ്റുപാടും SKM LP സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ ഡെസ്ക്, ബെഞ്ച് എന്നിവ അടക്കമുള്ള ഫർണിച്ചർ സാമഗ്രികളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. സ്കൂൾ മാനേജരും വിശ്വകർമ്മ സമാജം പ്രസിഡന്റുമായ VP ഷാജു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക KP ഷീബ, മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി, PT പ്രസിഡന്റ് അനുഷ പ്രജീത്, MPT പ്രസിഡന്റ് ഗ്രീഷ്മ അനിൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി KS ഷിജി, അധ്യാപക പ്രതിനിധി P ഗായത്രി എന്നിവർ പ്രസംഗിച്ചു. എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവർക്കും നന്മ പറയുന്നത് കേൾക്കാനാണ് ഏറെ സന്തോഷം അല്ലേ. നമ്മുടെ ടീച്ചർ, പ്രിയപ്പെട്ട പ്രധാനാധ്യാപിക ബഹുമാനിയായ ടീച്ചർ സംബോധന ചെയ്തു. ഞാൻ നമ്മുടെ വാക്കുകളിൽ തന്നെയാണ് അന്ന് അപ്പോൾ അങ്ങനെ കുറിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഏറെ സന്തോഷം. എപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തൻ്റെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും വിളിച്ച് നമുക്ക് സ്കൂളിൻ്റെ അവസ്ഥ പറഞ്ഞ് അങ്ങനെ ഒപ്പം നിന്നത് നമ്മുടെ ശിവദാസാണ്. ഓരോരുത്തരെയും വിളിച്ച് നമുക്ക് ആദ്യം തന്നെ വിഷ്ണു പയ്യനാണ് നമുക്ക് 5000 രൂപ നമ്മളെ. അപകട കേന്ദ്രമായി മാറുന്ന അങ്കമാലിയിലെ ഫിറ്റ്നസ് പരിശോധന സ്ഥലം പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. MC റോഡിൽ ഏറ്റവും അപകട സാധ്യതയുള്ള സ്ഥലത്ത് ടാറിംഗ് നടത്തുന്ന യന്ത്രത്തിന്റെ ഭാഗങ്ങൾ സ്ഥിരമായി കൊണ്ടുവന്നിട്ടിട്ടും അധികാരികൾ അവഗണിക്കുന്നതായി നാട്ടുകാർ. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും പാർക്കിംഗ് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. ദിവസങ്ങൾക്ക് മുമ്പ് റോഡിനോട് ചേർന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ടാർ സ്പ്രേ ചെയ്യുന്ന യന്ത്രഭാഗവും പ്ലാന്റും ഏറെ ദിവസങ്ങളായി ഇവിടെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയാണ്. അങ്കമാലി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന, രജിസ്ട്രേഷൻ എന്നിവയ്ക്കായി പരിശോധന നടത്തുന്ന സ്ഥലത്ത് തന്നെയാണ്
ഈ നിയമലംഘനം എന്നത് ഏറെ വിചിത്രമാണ്. വഴിവാണിഭക്കാർ റോഡിനോട് ചേർന്ന് ഈ ഭാഗം കൈയടക്കുകയും അവിടെ എത്തുന്ന വാഹനങ്ങൾ റോഡിൽ തന്നെ നിർത്തേണ്ടി വരുന്നതും അപകട കാരണമാകുന്നു. ദിവസേന ലോറികളും ബസ്സുകളും ഉൾപ്പെടെയുള്ള വിവിധ തരം വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ കാത്തുകിടക്കുമ്പോൾ ഇപ്രകാരം അനധികൃതമായി സ്ഥലം കൈയടക്കിയിരിക്കുന്ന വാഹനങ്ങൾ മൂലം റോഡിൽ തന്നെ ദീർഘസമയം നിർത്തിയിടേണ്ടി വരുന്നുണ്ട്. അലക്ഷ്യമായി റോഡരികിൽ ഇട്ടിരിക്കുന്ന ടാറിങ്ങിന്റെ യന്ത്രഭാഗങ്ങൾ ഉടനടി നീക്കം ചെയ്യാൻ അധികാരികൾ ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ നടക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ടാറിങ്ങിന്റെ മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ആളുകളായി ഇതോടെ കിടക്കണം. ഇത് രാത്രി കാലത്ത് കാണില്ല, നല്ല കറുത്ത കളറാണ്, കാണില്ല. വണ്ടികൾ വന്ന് കയറും, അപകടം ഉണ്ടാവുകയും ചെയ്യും. കൂടാതെ ഈ ഗ്രൗണ്ടിൽ ഈ സൈഡിൽ ഇങ്ങനെ കിടന്നിട്ട് കിടങ്ങൂർ കവല വരെ ഈ സാധനം റോഡിൻ്റെ സൈഡിലാണ് വാഹനങ്ങൾ നിരത്തി പാർക്ക് ചെയ്യുന്നത്. ആ വളവിലൊക്കെ വാഹനങ്ങൾ നിരന്ന് പാർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അപകട സാധ്യത. അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എതിരെ നിന്ന് വരുന്ന വണ്ടി കാണാൻ വരുന്നില്ല. അത് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങി ഇവിടുന്ന് അറ്റം വരെ കിടക്കും, നിരന്ന് കിടക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 11 മണി, ചില ദിവസം 12 മണി വരെ ഉണ്ടാവും. അതിൻ്റെ ഒരു ബ്ലോക്ക് നല്ല ഒരു ബ്ലോക്കാണ്. അതും ഞങ്ങളെപ്പോലുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സമയത്തിന് വണ്ടി ഓടിയെത്താനും കാര്യങ്ങൾക്കും ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി ഈ സാധനങ്ങളൊക്കെ മാറ്റി ഇവിടെയുള്ള കച്ചവടക്കാരും റോഡിലേക്ക് ഇറക്കി വെച്ചാണ് കച്ചവടം നടത്തുന്നത്. അതും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് നടത്താനായിട്ട് അത്യാവശ്യം സൗകര്യം ഉണ്ടായും, വഴിയിൽ ബ്ലോക്ക് ഉണ്ടാവുകയില്ല, മറ്റുള്ള അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യില്ല. അതിന് അധികാരികൾ ശ്രദ്ധിക്കണം. നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായി അതിർത്തികളിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക യോഗം ചേർന്നു. ചാലക്കുടി ഡിവൈഎസ്പി PH ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസും തമിഴ്നാട് പോലീസിലെയും വനം വകുപ്പിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ കള്ളവോട്ട് തടയുന്നതിനും അതിർത്തി വഴി അനധികൃതമായി മദ്യം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ കടത്തുന്നത് ഇല്ലാതാക്കാനും മലക്കപ്പാറയിൽ സംയുക്ത വാഹന പരിശോധന നടത്തുന്നതിന് തീരുമാനിച്ചു. വനമേഖലകൾ വഴി ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പി PH ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘം മലക്കപ്പാറ പെരുമ്പാറ ഉന്നതി കോളനി സന്ദർശിച്ചു. നിവാസികളുടെ ക്ഷേമവും സുരക്ഷയും സംബന്ധിച്ച വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഉന്നതി നിവാസികളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു. കാർഷിക വിളകൾക്ക് ന്യായവില ലഭിക്കാൻ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ കോൺഗ്രസ് മഞ്ഞപ്പുറം മണ്ഡലം കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ചന്ദ്രപുര ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിൽ നടത്തിയ കൺവെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി പൈനടുത്ത് ഉദ്ഘാടനം ചെയ്തു. വർഗീസ് കരിങ്ങൻ അധ്യക്ഷത വഹിച്ചു. DKTF ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പ് പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ബിജു പോൾ നെറ്റിക്കാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സരിത സുനിൽ ചാലാക്യ, CDS ചെയർപേഴ്സൺ അനു ജോർജ്, ജോണി പുളിക്കൽ, ജോസഫ് തിരുത്തനത്തിൽ എന്നിവർ പ്രസംഗിച്ചു. CDSന്റെ ചെയർപേഴ്സൺ ശ്രീ അനു ജോർജ്, ഇവിടെ ചേർന്നിരിക്കുന്ന നല്ലതായ കർഷക തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മളുടെ നാട്ടുകാരെ, കർഷക തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടും കർഷക തൊഴിലാളി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടും ദീർഘനാളായിട്ടുള്ള വയസ്സ് നമ്മുടെ മലപ്പുറം മണ്ഡലം പ്രസിഡന്റായിട്ട് ജാതിയുടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടു. പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പാർട്ടി ബൂത്തുമായിട്ട് ബന്ധപ്പെട്ട് താരങ്ങൾ നയിച്ചപ്പോൾ ഇവരെ സംബന്ധിച്ച് എന്റെ ഇൻഫർമേഷൻ സ്ഥാനവും മാറ്റി പുതിയ ആർക്കെങ്കിലും കേരള സർക്കാർ ജോലികളിൽ അപേക്ഷിക്കാനുള്ള പ്രായം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം പ്രഖ്യാപിച്ചുവെങ്കിലും അത് പ്രായോഗികത്തിൽ വന്നില്ല. ഈ വർഷം ആദ്യത്തെ വിജ്ഞാപനം PSC പ്രസിദ്ധീകരിച്ചുവെങ്കിലും അതിൽ നിർദ്ദിഷ്ട പ്രഖ്യാപന പ്രകാരമുള്ള വർധന ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും പുതിയ വിജ്ഞാപനത്തിൽ PSC 4 ജോലികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് തസ്തികയിലെ പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത് 36 വയസ്സാണ്. PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി കൂട്ടി ഫെബ്രുവരി 24-നാണ് മന്ത്രിസഭ തീരുമാനം പ്രഖ്യാപിച്ചത്. ജനറൽ വിഭാഗത്തിൽ 4 വർഷം കൂട്ടിയായിരുന്നു
പ്രഖ്യാപനം. ഈ പ്രഖ്യാപന പ്രകാരം ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് PSC പരീക്ഷയ്ക്ക് 40 വയസ്സുവരെ അപേക്ഷിക്കാം. ഈ പ്രായപരിധി വർധനവോടെ OBC വിഭാഗങ്ങൾക്ക് 39 വയസ്സ് എന്നതിൽ നിന്ന് 43 വയസ്സുവരെ. മന്ത്രിസഭാ യോഗ തീരുമാനം അനുസരിച്ച് SC/ST വിഭാഗക്കാർക്ക് 45 വയസ്സുവരെയും അപേക്ഷിക്കാനാവുമായിരുന്നു. പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ടാണ് പ്രായപരിധി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്. കോടശ്ശേരിയിലെ പാറമടയിൽ വീണ് കാണാതായ ആളുടെ മൃതദേഹം ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് മുങ്ങിയെടുത്തു. നായരങ്ങാടി പൂവത്തിങ്കൽ വേലായുധന്റെ മകൻ 48 വയസ്സുള്ള ഷൈജുവാണ് പാറമടയിൽ വീണത്. സ്റ്റേഷൻ ഓഫീസർ B രാജേഷ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസ്, MS അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ PS സന്തോഷ് കുമാർ, അനിൽ മോഹൻ, RM നിമേഷ്, S ശരത്, AD ദീപു, ആദർശ് SA, രോഹിത് K ഉത്തമൻ, ഹോംഗാർഡായ RMC ഡേവിസ്, മോഹനൻ KK അബൂബക്കർ എന്നിവർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. തെരച്ചിലിൽ 11 മീറ്റർ ആഴത്തിൽ നിന്നും ഷൈജുവിന്റെ ചലനമറ്റ ശരീരം കണ്ടെടുത്ത് പോലീസ് സേനയ്ക്ക് കൈമാറി. മലയോര ഹൈവേയുടെ ഭാഗമായി ചായപ്പൂടി സെന്ററിൽ അതിരപ്പള്ളി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് തകരാറായതിനാൽ മാറ്റിസ്ഥാപിക്കാനായി കുഴിയെടുത്ത് മൂടാത്തത് വാഹനയാത്രക്കാർക്ക് ഉൾപ്പെടെ ഭീഷണിയാവുന്നു. 2 ആഴ്ചയായി കുഴിയെടുത്തിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിൽ ഇറക്കമായത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നെന്ന് നാട്ടുകാർ ഭയക്കുന്നു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷകർക്കായി സെമിനാർ സംഘടിപ്പിക്കുന്നു. ഔഷധ സസ്യ കൃഷിയിലൂടെ അധിക വരുമാനം എന്ന വിഷയത്തിൽ നടത്തുന്ന സെമിനാർ 5 വ്യാഴാഴ്ച രാവിലെ 10:30 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തും. കൃഷിയിൽ താൽപര്യമുള്ള എല്ലാ കർഷകർക്കും പങ്കെടുക്കാവുന്നതാണ്. രജിസ്ട്രേഷനായി 8589833855 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മുച്ചക്രവാഹനം മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. കൊണ്ടുപോയിപ്പാടം പാട്ടത്തിപ്പറമ്പിൽ 61 വയസ്സുള്ള സത്യനാണ് മരിച്ചത്. ശനിയാഴ്ച ദേശീയപാത കൊടകരയിൽ നിന്ന് കനകമലയിലേക്ക് തിരിയുന്നിടത്തായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച മരിച്ചു. കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി നികുതി കുടിശ്ശിക പൂർണ്ണമായും പിരിച്ചെടുക്കുമെന്ന് വൈസ് ചെയർമാൻ. കൃഷിക്കും ആരോഗ്യത്തിനും മുൻഗണന നൽകി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ K മേനോൻ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ പ്രവേശനം മുതൽ പരീക്ഷാ ഫലപ്രഖ്യാപനം വരെ ഏകീകൃത അക്കാദമിക കലണ്ടറിന് അംഗീകാരം. അപകട കേന്ദ്രമായി മാറുന്ന അങ്കമാലിയിലെ ഫിറ്റ്നസ് പരിശോധന സ്ഥലം പാർക്കിംഗ് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.